എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. 2025 ജാനുവരി 1 മുതൽ ഇന്ന് വരെ വളരെയധികം ആസ്വദിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വലിയ കാര്യമായിട്ടുള്ള കട്ടിയുള്ള ടോപ്പിക്കുകളൊന്നും പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഈ മാസം ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെയൊക്കെ ടൈറ്റിലിൽ രാഹുൽ ഈശ്വറിൻ്റെ പേരുണ്ട്. രാഹുൽ ഈശ്വറാണ് ഈ മാസം ഈ ചാനലിൻ്റെ ഐശ്വര്യം. അത്രയധികം കണ്ടൻറ്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചു. വലിയ കാര്യമുള്ള കണ്ടന്റ് അല്ല, പക്ഷെ വളരെ രസമായിട്ട് ചെയ്യാൻ തോന്നും, ചെയ്യാതിരിക്കാൻ തോന്നില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുടെ ഒരു പവർ എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് അടുക്കി വെച്ച വാക്കുകൾ കൊണ്ട് അനർഘ നിർഘളമായി അബദ്ധങ്ങൾ അദ്ദേഹം പലയിടത്തായി അവതരിപ്പിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കുപ്പിയിൽ നിന്ന് അഴിച്ചുവിട്ട ഒരു ഭൂതത്തെ പോലെയാണ് അദ്ദേഹം ഓടി നടന്ന് പല പ്രതികരണങ്ങൾ ഇറക്കിയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് എത്തി നിൽക്കുന്നത് പുരുഷാവകാശ കമ്മീഷൻ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഉദ്യമത്തിൻ്റെ പടിവാതിൽക്കലാണ്. വനിതാ കമ്മീഷൻ എന്താണ്, എന്തിനു വേണ്ടി രൂപീകരിച്ചു, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് അറിയാവുന്ന ഒരാൾക്ക് പുരുഷാവകാശ കമ്മീഷൻ എന്നുള്ളൊരു ഐഡിയ തന്നെ തലയിലേക്ക് വരില്ല. പുരുഷാവകാശ കമ്മീഷൻ അല്ല അവിടെ വേണ്ടത്. എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. പുരുഷൻ, അവകാശം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് തീരെ വയ്യാത്ത കുറേയധികം ആളുകൾക്ക് ഒരാശ്വാസമൊക്കെ തോന്നുമെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ മണ്ടത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നാളത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയാം. ഇന്ന് ഏതായാലും രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. രാഹുൽ ഈശ്വറിൻ്റെ പ്രിയ പത്നിയെക്കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചില പോയിന്റുകളെ കുറിച്ചിട്ട് സംസാരിക്കാം. വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും എങ്ങനെയാണ് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ രാഹുൽ ഈശ്വറിനെക്കാട്ടിലും നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ട് പറ്റുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പത്നി തന്നെയാണ് എന്ന് തോന്നിയിട്ടാവാം ഒരാൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്ക് നല്ല കാര്യവിവരം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ രാഹുൽ ഈശ്വറിൻ്റെ പത്നിയല്ലേ? അപ്പോൾ പത്നി പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഏസ് വയ്ക്കുന്നുണ്ട് ഒരു പാവം. എനിക്ക് തോന്നുന്നത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം നല്ലതല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റെസ്ട്രിക്ഷൻ രണ്ടു കൂട്ടർക്കും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്ര കേട്ടപ്പോൾ തന്നെ ആളുടെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്വാതന്ത്ര്യമാണ് കക്ഷിയുടെ പ്രശ്നം. സ്ത്രീക്കും പുരുഷനും അത്രയധികം സ്വാതന്ത്ര്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ആവാം എന്നുള്ളതാണ് പുള്ളിക്കാർ അഭിപ്രായപ്പെടുന്നത്. കേട്ട് കഴിഞ്ഞാൽ തോന്നും നമ്മൾ വളരെയധികം ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അല്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏതു സ്വാതന്ത്ര്യം? വ്യക്തി സ്വാതന്ത്ര്യം. അല്ലാത്ത വലിയ സ്വാതന്ത്ര്യമൊന്നും ഈ നാട്ടിൽ നമുക്കില്ല. റെസ്ട്രിക്ഷൻസ് ധാരാളം ഉണ്ട്. നിങ്ങൾ വഴിയിലേക്ക് ഇറങ്ങി നോക്കിക്കേ, റോഡിൻ്റെ രണ്ട് സൈഡിലും വെള്ള വര വരച്ചിട്ടുണ്ട്. പല റോഡിലും അതില്ല കേട്ടോ. അതുകൊണ്ടാണ് ചില വണ്ടിയൊക്കെ കാനയിലേക്ക് പോകുന്നതും തോട്ടിലേക്ക് പോകുന്നതും ഒക്കെ. ഈ വെള്ള വരയ്ക്ക് ഉള്ളിൽ വേണം വാഹനം ഓടിക്കാൻ വേണ്ടി, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നതൊരു റെസ്ട്രിക്ഷനാണ്. അതേപോലെ തന്നെ റോഡിൻ്റെ നടുവിൽ വെള്ള വരകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ചിലയിടത്ത് മുറിഞ്ഞു പോകുന്നത് കാണാം. ഈ മുറിഞ്ഞു പോകുന്ന വെള്ള വരയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറ്റാൻ പറ്റും. എന്നാൽ മുറിയാത്ത വെള്ള വരയ്ക്ക് അപ്പുറത്തേക്ക് അത്യാവശ്യം വന്നെങ്കിലേ കയറ്റാവുള്ളൂ. ഇതൊരു റെസ്ട്രിക്ഷനാണ്. അതേപോലെ തന്നെ സീബ്ര ലൈൻ, ആ സീബ്ര ലൈനിൽ കൂടെ നിങ്ങൾ ക്രോസ് ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾക്ക് 4 പാടും ക്രോസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിൽ അത് അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ സീബ്ര ലൈൻ കാണുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടണം, ആളുകൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളത് ഒരു റെസ്ട്രിക്ഷനാണ്. ഇങ്ങനെ പലവിധ റെസ്ട്രിക്ഷൻസിൽ കൂടെയാണ് നമ്മൾ ഓരോ ദിവസം മുന്നോട്ടേക്ക് പോകുന്നത്. അത് നമ്മുടെ നിയമ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ് ആളുകൾക്കുണ്ട്. ആ ഒരു റെസ്ട്രിക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഇടപെടാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ അലേർട്ടാവും, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തല്ല നിൽക്കുന്നത് എന്നുള്ളത്. ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് ചോദിക്കാതെ കയറാനായിട്ട് പറ്റില്ല. അവരുടെ വാതിൽ തുറക്കാനായിട്ടുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ മാത്രമാണ്. ഇത്ര ഞാൻ പറഞ്ഞത്, ഒരു രാജ്യത്ത്, ഒരു സമൂഹത്തിൽ ഒരു പൗരനായി ജീവിക്കുന്ന സമയത്ത് ധാരാളം റെസ്ട്രിക്ഷൻസ് നമുക്ക് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇനി രാഹുൽ ഈശ്വറിൻ്റെ പത്നി പറയുന്ന റെസ്ട്രിക്ഷൻ എന്തിലാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എവിടെ ഈ സ്വാതന്ത്ര്യത്തിന് വര വരയ്ക്കുമ്പോഴുള്ള അടുത്ത ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നു, ഇപ്പം ഞാനൊരു ജീൻസ് ഒരു ടോപ്പ് ഇടുന്നു, അതും എൻ്റെ സ്വാതന്ത്ര്യം. നാളെ ഞാൻ വിചാരിക്കുകയാണ് ഈ ടോപ്പ് എനിക്ക് ജസ്റ്റ് ടോപ്പ് വേണ്ട, ജസ്റ്റ് ഹാഫ് മതി, അല്ലെങ്കിൽ അത് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് എന്തും ചെയ്യാം.
എന്നിട്ട് എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് മുന്നോട്ട് പോകുക എന്നൊരു വലിയ ചോദ്യം അവിടെ വരുന്നുണ്ട്. അവിടെയാണ് സ്വാതന്ത്ര്യത്തിനോട് എനിക്കുള്ള ഒരു പ്രശ്നം. അത് സ്വാതന്ത്ര്യത്തിനോടുള്ള പ്രശ്നമല്ല, നിയമ അവബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇവർ രണ്ടാളുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ആളുകളുടെ വസ്ത്രമാണല്ലോ. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ പോയിന്റിലേക്ക് തന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചുരിദാർ ഇടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സാരി ഉടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നൈറ്റി ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ടീഷർട്ട് ഇട്ടിട്ട് നടക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ മറ്റേ കാര്യമുണ്ടല്ലോ, ടോപ്ലെസ് ആയിട്ട് ഇറങ്ങി നടക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത്, അതില്ല. അതാണ് റെസ്ട്രിക്ഷൻ. ആ റെസ്ട്രിക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ന്യൂഡിറ്റി ഇവിടെ ഒബ്സീനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാഫ് ന്യൂഡായിട്ട് ഇറങ്ങി നടക്കാനായിട്ട് പറ്റില്ല ഇന്ത്യയിൽ, അതൊരു റെസ്ട്രിക്ഷനാണ്. അതിവിടെ നിലവിലുണ്ട്. അതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വസ്ത്രം ധരിച്ചാൽ മതി, നഗ്നത മറച്ചാൽ മതി, നമ്മളുടെ നിയമം ബാക്കി പരിരക്ഷ നൽകുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? സ്വാതന്ത്ര്യമുണ്ട്, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് വസ്ത്രം ധരിക്കണം എന്നുള്ള റെസ്ട്രിക്ഷനാണ്, ഹാഫ് ന്യൂഡ് പറ്റില്ല എന്നുള്ള റെസ്ട്രിക്ഷനാണ്. പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ പത്നിയെ പോലുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻ കൊടുക്കണം. അതാണ് പ്രശ്നം. അത് നിയമവിരുദ്ധമാണ്. അത് മറ്റൊരാളുടെ റൈറ്റിലേക്കുള്ള കടന്നുകയറ്റമാണ്. നിങ്ങളുടെ ശരീരശാസ്ത്ര അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും നമുക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇന്നയാൾ ഇന്ന വസ്ത്രം ഇട്ട് ഉദ്ഘാടിക്കാനായിട്ട് വരരുത്, ഇന്നയാൾ ഇന്ന വസ്ത്രം ഇട്ടിട്ട് അമ്പലത്തിലേക്ക് വരരുത് എന്നൊക്കെ ഇങ്ങനെ പല റെസ്ട്രിക്ഷൻ നമുക്ക് ഈ നിയമപുസ്തകത്തിൽ എഴുതി വെക്കാനായിട്ടോ അതിനുവേണ്ടി കേസിന് പോകാനായിട്ടോ ഒന്നും പറ്റത്തില്ല. ഇപ്പം അമ്പലത്തിലേക്ക് ചുരിദാർ ഇട്ട് വന്നു കഴിഞ്ഞാൽ പൂജാരി കോപിക്കും എന്നൊക്കെ ഇന്നലെ സമാധി ഇരുത്തിയ അമ്പലവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പരാതിപ്പെടുകയുണ്ടായി. ഈ ചുരിദാർ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ മാന്യമായിട്ടുള്ളൊരു വസ്ത്രമാണ്. ഏറ്റവും മാന്യത എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു വസ്ത്രമാണ്. എന്നാൽ ഒരു കാലത്ത് ചുരിദാർ പറ്റത്തുണ്ടായിരുന്നില്ല. സാരിയൊക്കെ ഉടുത്ത് ചെറിയ ബ്ലൗസൊക്കെ ഇട്ട് വയറൊക്കെ കാണിച്ച് പോയെങ്കിൽ മാത്രമേ അമ്പലത്തിലേക്ക് അടുപ്പിക്കത്തുണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ പാൻറ്റൊന്നും പറ്റില്ല, മുണ്ടും ഷർട്ട് ഊരി കളഞ്ഞിട്ടൊക്കെ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ? അപ്പോൾ ഈ ഓരോ കാലത്തും ഓരോ ആളുകളുടെയും ചിന്തയ്ക്കനുസരിച്ചിട്ട് റെസ്ട്രിക്ഷൻ കൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതിന് പരിധികളും പരിമിതികളും ഉണ്ട്. അത് മനസ്സിലാക്കുക. ബാക്കിയിലേക്ക് വരാം. റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ട്. ലോകം ഒരിടത്തേക്കും പോവില്ല, ലോകം ഇങ്ങനെയൊക്കെ തന്നെ പോയിക്കോളും. ആർക്കും അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മൾ എടുത്ത് കൊടുത്തിട്ടില്ല, പേടിക്കേണ്ട. റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു രാജ്യം മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്ന രീതിയിലേക്കുള്ള ഭരണഘടനയും ബാക്കിയുള്ള നിയമങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് നിയമങ്ങളിൽ മാറ്റങ്ങളും വരുത്താറുണ്ട്. മൊറാലിറ്റി ഇവോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും നിയമങ്ങളിൽ വരാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ചില ആളുകൾ വന്നിട്ട് പുണ്യാള, നന്മ മരമേ എന്നൊക്കെ വിളിക്കാറുണ്ട്. നിയമപുസ്തകത്തിലില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല. പിന്നെ നന്മ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ വളരെ പിറകിലേക്കും കൂടെയാണ്. നിയമപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല. ഞാൻ ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ നിന്ന് കേട്ടതോ എൻ്റെ മൊറാലിറ്റി ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തതോ ആയിട്ടുള്ള ഒരു കാര്യവും ഞാനിവിടെ പങ്കുവയ്ക്കാറില്ല. നിയമപുസ്തകത്തിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നമ്മൾ ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളത് മാത്രമേ ഞാൻ വീഡിയോസിൽ പറയാറുള്ളൂ. ആളുകൾക്ക് നിയമ അവബോധം ഇല്ലാത്തതുകൊണ്ട് എന്നെ വലിയ പുണ്യാളും നന്മവരും ഒക്കെ ആക്കും. തെറ്റിദ്ധാരണ കൊണ്ടാണ്. അവരെ നീ പറയുമ്പോൾ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം. എന്റെ കയ്യിൽ ഒരു 10 കവർ ഇരിക്കുകയാണെങ്കിൽ നീ അത് ഓടിപ്പോയി എന്റെ നമ്മൾ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് എടുക്കണം. അല്ലാതെ നിന്റെ അമ്മ സ്ട്രോങ് ആണ്, അച്ഛൻ എടുക്കുന്ന പോലെ അമ്മയ്ക്കും എടുക്കാൻ പറ്റും, അവിടെ നീ വരണ്ട, അങ്ങനെയല്ല. ഇത് മറ്റൊരു തരം അപ്രോച്ചാണ്. കാലഹരണപ്പെട്ടു പോയി. ഈ ആണിനെയും പെണ്ണിനെയും സെപ്പറേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. പെൺകുട്ടികളെ കെയർ ചെയ്യാനായിട്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയും ഒരു വീട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പെൺകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ കാലഹരണപ്പെട്ട ചില രീതികളാണ്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പേഴ്സണാലിറ്റി പറഞ്ഞു കൊടുക്കുക. 10 കവറുമായിട്ട് കഷ്ടപ്പെട്ട് നടന്നു വരുന്ന സ്ത്രീയോ പുരുഷനോ വളരെ ആരോഗ്യം കുറഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മകനോ മകൾക്കോ അവരെ കണ്ടും ആരോഗ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് പിടിക്കാനായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ അമ്മയ്ക്ക് പവർ കുറവാണ്, അച്ഛന് പവർ കൂടുതലാണ് എന്നൊന്നും പറഞ്ഞു കൊടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ചില വീട്ടിലെ അമ്മമാർക്കായിരിക്കും പവർ കൂടുതൽ, അച്ഛന്മാർക്കായിരിക്കും പവർ കുറവ്. ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സംഗതി എന്താണ്? ആണുങ്ങളെല്ലാവരും കരുത്തന്മാരാണ്, പെണ്ണുങ്ങൾ അത്ര കരുത്തില്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പല സാഹചര്യങ്ങളിലും പല കോംബോകളിലും പാർട്ണർഷിപ്പുകളിലും
ചിലപ്പോൾ സ്ത്രീക്കായിരിക്കും കൂടുതൽ പവർ ഉള്ളത്. ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ടുള്ള ഒരു സ്ത്രീയും സാധാരണക്കാരനായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റികളിൽ തീരെ താല്പര്യമില്ലാത്ത, അത്ര വെയിറ്റ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പുരുഷനെ കൂടെ വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആൺകുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 10 കവറുമായി വരുന്ന രണ്ടാളുകളുടെയും കവറുകളുടെ ഭാരം നോക്കി ആരുടെ കവറാണ് ആദ്യ ഘട്ടത്തിൽ ഓടിപ്പോയി പിടിക്കേണ്ടത്? അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നോക്കിയാണ് പിടിക്കേണ്ടത്. ചിലപ്പം വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ടുള്ള അമ്മയ്ക്ക് ആ ഒരു കവർ നിസ്സാരമായിരിക്കാം, അച്ഛന് ഇത്തിരി കഷ്ടപ്പാടുണ്ടായിരിക്കാം. അവിടെ ഈ സ്ത്രീ പുരുഷൻ ബലം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആവും. അപ്പം അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. അവിടെ കുട്ടികൾക്ക് നല്ല പേഴ്സണാലിറ്റിയും എംപതി എന്ന് പറയുന്ന ഒരു വികാരവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മതി. അത് നമ്മൾ അവരെ സ്നേഹിച്ച് നമ്മൾ ബാക്കിയുള്ള ആളുകളെ സ്നേഹിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടായിക്കോളും. അല്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഒന്നും അധികം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്ലേ ഈ സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ സെപ്പറേറ്റ് കോഴ്സുകളൊക്കെ ഉണ്ടായത്. വലിയ വിദ്യാസമ്പന്നന്മാരായ പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിട്ടുള്ള അച്ഛനും അമ്മയൊന്നും അല്ല. പക്ഷേ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട്. അതുങ്ങളെയൊക്കെ അവർ വളരെ സ്നേഹത്തോടെ വളർത്തുന്നുണ്ട്. അത് കണ്ട് വളരുന്ന അവരുടെ കുട്ടികൾക്ക് വരുന്ന ഒരു സ്നേഹവും ഒരു കരുതലും ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം നമ്മളായിട്ടങ്ങ് ജീവിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുത്താൽ മതി. നമ്മളെ കണ്ടവർ പഠിച്ചോളും. പക്ഷെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജീവിത രീതി ഉണ്ടാവണം, അതേപോലെ തന്നെ സമീപനം ഉണ്ടാവണം. കല്യാണം കഴിക്കുന്ന പെണ്ണിന് അവൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കെയറും അറ്റൻഷനും അവന് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു പുരുഷനായിക്കണം. അതുപോലെ തന്നെ എനിക്ക് മോളുണ്ടെങ്കിൽ മോള് പറഞ്ഞു കൊടുക്കുന്നത് മോളെ നിനക്ക് അഴകായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ അഴകിനെ അങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ വസ്ത്രധാരണത്തിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്ത് കാണിക്കാമെന്നുള്ള ഇതിലേക്ക് ഒരു സ്ത്രീയോ പുരുഷനോ പോകാൻ വലിയ കാര്യമായിട്ടുള്ള ട്രെയിനിങ് ഒന്നും മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ആൺകുച്ചനോ പെൺകുച്ചനോ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. IQ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വലിയ പണി പേരൻസ് എടുക്കാറുണ്ട്. IQവിനോടൊപ്പം SQ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബെറ്റർ ഹ്യൂമൻ ആയി അവനെ വാർത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. IQ ഉള്ള ആളുകൾക്ക് IQ ഉണ്ടാവും, അവന് കുറേയധികം ബ്രില്യൻസ് കാണിക്കാൻ പറ്റും. പക്ഷേ അവൻ സൊസൈറ്റിക്ക് ഗുണമുള്ള ഒരാളായി മാറണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സോഷ്യൽ ക്വഷ്യൻ, സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ ബിൽഡ് ചെയ്ത് എടുക്കണം. ഈ സോഷ്യൽ ഇൻ്റലിജൻസ് കോമൺ ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പാർട്ട്ണർഷിപ്പിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ടങ്ങ് പോയിക്കോളും. ഇപ്പോൾ പെൺകുട്ടിയോട് പറയുന്നത് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആൺകുട്ടിയാണ് കെയർ കൊടുക്കേണ്ട ആൾ. ഇങ്ങനെ വേർതിരിച്ച് കൊടുക്കരുതേ. അങ്ങനെ വരുമ്പോഴത്തേന് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആൺകുട്ടിക്ക് ഒരു കെയറിന് അവൻ എവിടെ പോവും? ഈ പെൺകുട്ടി അവളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു കൊടുത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളൊരു പാർട്ട്ണർഷിപ്പിൽ എന്ത് സപ്പോർട്ട് കൊടുക്കും? ഇല്ല. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് വലിയ ഭാരിച്ച പഠനമൊക്കെ നടത്തി പിള്ളേരെ വഴിതെറ്റിക്കരുതേ. 2 പേർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോഷ്യൽ ക്വഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ആസ്റ്യൂട്ട് ഒബ്സർവേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എംപതി, ഇൻഫ്ലുവൻസ്, അഡാപ്റ്റബിലിറ്റി, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഇമോഷൻ റെഗുലേഷൻ, സെൻസ് ഓഫ് ഹ്യൂമർ, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത്ര കാര്യങ്ങൾ കണക്കിലെടുത്താണ് നമ്മൾ SQ ഡിഫൈൻ ചെയ്യുന്നത്. ഇതുണ്ടെങ്കിൽ അവർക്ക് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ജെൻഡർ റോളുകൾക്കനുസരിച്ചിട്ടുള്ള ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതിനകത്ത് ഈ ജെൻഡർ ഭേദമന്യേ അല്ല IQ SQ എന്ന് നമ്മൾ പറയുന്നത്. ഈ രീതിയിൽ സമീപിച്ച് നോക്ക്. ഒരു കോളേജിൽ പോയിട്ട് അതൊരു പ്രശ്നം, അമലപ്പോളുടെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആണ്. പക്ഷെ നമ്മൾ ഇടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമന്റ് പറയോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചു, ആ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ആളുകൾ കമന്റ് അടിക്കുകയാണ്. ആ ഒരു കമന്റ് അടിച്ചത് ബോഡി ഷെയിമായിട്ട് ഫീൽ ചെയ്തു, അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പരാതി കൊടുക്കാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രിയ പത്നിയുടെ ഡൗട്ട്. പരിതാപകരം തന്നെ. പഠിച്ച നിയമപുസ്തകങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്കും കൂടെ വായിക്കാൻ കൊടുക്കുക, വായിച്ച് മനസ്സിലാക്കട്ടെ അതൊക്കെ പ്രശ്നമാണ് എന്നുള്ളത്. ഇപ്പം അമല പോളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ ആ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ച് അവരവിടെ പോയി എന്ന് വിചാരിക്കുക. ചില വെന്യൂസ് ഉണ്ട്, അതിനെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഒരു കോളേജിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇന്ന വസ്ത്രധാരണം എന്നുള്ള ഒരു നിബന്ധനയൊക്കെ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ടീഷർട്ട് ധരിക്കാനായിട്ട് പാടുണ്ടാവില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇന്ന വസ്ത്രം ധരിക്കരുത്, കോളേജിൽ പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നിബന്ധനകളും നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള അതുപോലുള്ള സ്ഥലങ്ങളിൽ
ആ ഒരു മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു വസ്ത്രം ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ് ആണ്. ഇങ്ങനെ ഒരു അക്കാഡമിക് സെറ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ വസ്ത്രധാരണം ആ ഒരു സന്ദർഭത്തിന് യോജിക്കാത്തതാണ്, അവിടെയുള്ള ആളുകൾ അതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ തിരിച്ചു വരാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അവർ നിങ്ങളോട് ആ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ആ ഒരു വെന്യൂവിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ രാഹുൽ ഈശ്വറും പാർട്ട്ണറും ഈ സമരമൊക്കെ ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂർ ഒരാളെ കൂട്ടാൻ വേണ്ടി വിളിച്ച ഒരു പരിപാടിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ്. അതിന് ഒരു റോളും ഇല്ല, നിങ്ങൾ പറയുന്നതുമായിട്ട് ഒരു റോളും ഇല്ല. അവിടെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് ഒരാൾ ചെല്ലുക, ഒരു സെലിബ്രിറ്റി ചെല്ലുക എന്നുള്ളതാണ് അവിടുത്തെ നീഡ്. ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കുള്ള വസ്ത്രം സെലിബ്രിറ്റി ധരിക്കും. അത് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വസ്ത്രധാരണ ശരീരശാസ്ത്ര ബോധങ്ങൾക്ക് എതിരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അവിടേക്ക് ഒബ്സീനിറ്റി ആരോപിക്കുന്ന, മൊറാലിറ്റിക്ക് വിരുദ്ധമെന്നൊക്കെ മുറവിളി കൂട്ടുന്ന രാഹുൽ ഈശ്വറൊക്കെ ഒരു പരാജയം തന്നെയാണ്. അങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് എവിടെ വരെ പോകാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാനൽ ചർച്ചകളിലോ ചുമ്മാ വിളമ്പാമെന്നുള്ളതല്ലാതെ അത് ഈ ഒരു സമൂഹത്തിൽ ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന, ഒരിക്കലും നിയമ സംവിധാനങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കുന്ന ഒരു വാദം തന്നെയല്ല. നാച്ചുറലായിട്ട് ഉള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്. ഒരു പുരുഷനും ഉണ്ട്, ഒരു സ്ത്രീക്കും ഉണ്ട്. നാച്ചുറലായ ഫീലിങ്സ് എല്ലാവർക്കും വരും. അപ്പൊ നമ്മൾ എല്ലാത്തിലും ഒരു ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ എന്ന് ചോദിച്ചാൽ, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളുടെ അടുത്ത് നീ ശ്രദ്ധിക്കണം, നിന്റെ കോസ്റ്റ്യൂംസ് നീ എന്തായിട്ടോട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉറപ്പുവരുത്തി ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിടുള്ളൂ. എന്റെ അമ്മ അങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഇന്നേ വരെ, അതുകൊണ്ടല്ല എനിക്ക് ലൈഫിൽ ഇന്നേ വരെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി. നാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണിനും പെണ്ണിനൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള അഭിനിവേശങ്ങൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ഈ ശരീരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ മനുഷ്യനുള്ളൂ? അല്ല, എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പം നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സ്ത്രീ നല്ല മോഡേൺ ആയിട്ടുള്ള വസ്ത്രമെന്ന് നമ്മളുടെ മനസ്സിന് തോന്നുന്ന ഒരു വസ്ത്രം ഇട്ട് വരികയാണ്, റിവീലിംഗ് ക്ലോത്ത്സിൻ്റെ കാറ്റഗറിയിലേക്ക് പെടുത്തുന്ന ഒരു വസ്ത്രം ഇട്ടിട്ട് വരികയാണ്. നമുക്ക് മോഹം തോന്നാം, നമുക്ക് ആസ്വദിക്കാം, അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ അവരുടെ റൈറ്റ്സിലേക്ക് കടന്നു കയറാതെ നമുക്ക് നമ്മളുടെ മനസ്സിൽ എന്ത് വേണമെങ്കിലും അവരെക്കുറിച്ച് വിചാരിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പുറത്തേക്ക് വരാതിരുന്നാൽ മതി. അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണ്? അവരുടെ റൈറ്റിലേക്ക് കടന്നു കയറരുത്. അപ്പോൾ ചില ആളുകൾ പറയും അത് സ്ത്രീയാണ്, വസ്ത്രമാണ്, ഞങ്ങൾക്ക് അഭിനിവേശം, ഞങ്ങൾക്ക് നാച്ചുറൽ ഫീലിംഗ്, ഞങ്ങൾ കമൻ്റ് അടിക്കും, ഞങ്ങൾ വൃത്തികേട് പറയും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പല ആളുകളെയും കൊല്ലാനായിട്ടുള്ള ദേഷ്യം വന്നിട്ടില്ലേ? പല ആളുകളെയും തല്ലാനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അവിടെ എന്തുകൊണ്ടാണ് നമ്മളതൊന്നും ചെയ്യാത്തത്? നമുക്കതിൻ്റെ കോൺസിക്വൻസസ് അറിയാം, നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല. നമ്മളുടെ ആ ഒരു ആഗ്രഹങ്ങളെ, നാച്ചുറൽ ഫീലിങ്സിനെ അടക്കി വയ്ക്കും. പക്ഷെ ഒരു സ്ത്രീ ഏതെങ്കിലും തുണി കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പറയാനായിട്ട് തോന്നും. അവിടെ നമുക്ക് അടക്കി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അത് മാറ്റാൻ പറ്റുന്ന പ്രശ്നമാണ്. നിങ്ങൾ പണ്ട് കാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ജീവിച്ച ആളുകളുടെ പിൻതലമുറക്കാരാണ്. നിങ്ങൾ കാട്ടിൽ പോയി വേട്ടയാടിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മളതൊന്നും ചെയ്യാറില്ല. നമ്മൾ ആ ഒരു ഫീലിങ്സിനെ അടക്കി വയ്ക്കും. കാട്ടിൽ കയറി ഒരു കുഞ്ഞു മുയലിനെ പോലും വെടിവെക്കാനായിട്ട് നമുക്ക് പേടിയാണ്. നമ്മൾക്ക് ആ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിലും അടക്കി വെക്കാനായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ അടക്കി വെക്കാനായിട്ടൊക്കെ പറ്റുമെന്നേ. അതിനാണ് ഇവിടെ നിയമമൊക്കെ ഉള്ളത്. ബോച്ചയ്ക്ക് ഇപ്പോൾ പറ്റുന്നുണ്ടല്ലോ, ബോച്ചെ മാപ്പ് പറഞ്ഞല്ലോ. അതങ്ങനെയാണ്. ചില നിയമങ്ങൾ വരുന്ന സമയത്ത് ചില പ്രാകൃത രീതികൾ മാറാനായിട്ട് ഇത്തിരി സമയമെടുക്കും. അത് ഇതുപോലുള്ള കേസുകളുടെ ഭാഗമായിട്ടേ മാറത്തുള്ളൂ. കാട്ടിലെ മുയലിനോ വസ്ത്രം ധരിക്കുന്ന സ്ത്രീക്കോ ഒന്നുമല്ല അതിൻ്റെ ബാധ്യത. നിങ്ങളുടെ പ്രൊവോക്കേഷനെ നിങ്ങൾ അടക്കി വെക്കേണ്ടതിൻ്റെ ബാധ്യത അവർക്കല്ല. നിങ്ങൾ അടക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസ് പിടിക്കും, നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ആ രീതിക്ക് അങ്ങ് നടന്നോളൂ. സൊസൈറ്റിയിലുള്ള പുരുഷന്മാര് ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ കണ്ട്, അല്ലെങ്കിൽ അത് നോർമലാണ്. ഇപ്പൊ തന്നെ ഹരി പറഞ്ഞു പുറത്തുള്ള വസ്ത്രങ്ങളിലൊക്കെ, പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നോർമൽ അല്ലേന്ന്. അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ അത് നോർമൽ അല്ല. അപ്പൊ നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ നോക്കില്ലേ? നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ ചർച്ച ചെയ്യില്ലേ? നമ്മൾ എന്നും കാണാത്ത എന്ത് കാര്യം നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ രണ്ടു വട്ടം അതിനെപ്പറ്റി സംസാരിക്കില്ലേ? അപ്പൊ നോർമൽ അല്ലാത്ത ഒരു സാധനം ഞാൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി കമന്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ കാര്യമില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പല കാലങ്ങളിലായി പല ആളുകളും വിദേശത്തേക്കൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്കുണ്ടാവും. അവരുടെ ഈ കമൻ്റ് അടി അങ്ങ് നിൽക്കും, അവരുടെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അങ്ങ് നിൽക്കും. പേടിയാണ്. അവിടെ അവർ ആളുകളുടെ പ്രൈവസിയെ, ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ റെസ്പെക്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് പോകുന്ന ആളുകളൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? കാരണം അവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അതേപോലെ തന്നെ ആളുകളൊക്കെ അവരുടെ റൈറ്റ്സിൽ നല്ല ബോധവാന്മാരാണ് എന്നൊക്കെ ഉള്ളതറിയാം. ആ ഒരു സാഹചര്യം ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. എങ്ങനെയാണ്? കൃത്യമായിട്ട് ഈ നിയമമൊക്കെ അങ്ങ് നടന്നു പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇവർ കമൻ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി കാലാകാലത്തോളം ആളുകളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വസ്ത്രം ധരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഇത്തിരി ഓവർ തന്നെടേ. ഏത് വസ്ത്രം ധരിച്ചാലും കമ്പയിൽ തുണി ചുറ്റിയാൽ പോലും കമൻറ്റ് പറയുന്നവന്മാരുള്ള സ്ഥലത്ത് നിങ്ങൾ ഏത് വസ്ത്രം ഇട്ടിട്ട് നടക്കും? ഈ രാഹുൽ ഈശ്വറിൻ്റെ പാർട്ട്ണർക്ക് അദ്ദേഹം ഏറ്റവും മാന്യമെന്ന് കരുതുന്ന വസ്ത്രം ഇട്ടിട്ട് ഏത് രാത്രിയും എല്ലായിടത്തും ഇറങ്ങി നടക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. നമ്മുടെ നാട്ടിലുള്ള മിക്കവാറുള്ള ഒരു സ്ത്രീകൾക്കില്ല. കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പടിപടിയായിട്ട്. അപ്പോൾ ആളുകൾ വസ്ത്രം ധരിക്കും, കമൻറ്റ് ആളുകൾ പറയും, കമൻറ്റ് പറയുന്നവന്മാരെ പിടിക്കും, കുറേമാരെ പിടിച്ച് കഴിഞ്ഞ് ബോച്ചയായി കഴിയുമ്പോഴത്തേന് കുറേയധികം ആളുകൾ ബോച്ചയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളിൽ നിന്ന് പിന്മാറും. പിന്നെ അത് നോർമലായിക്കോളും. ഇതൊക്കെ കണ്ടിട്ട് കമൻറ്റ് പറയാതെ പോകുന്നത് നോർമലായിക്കോളും. ഇതൊക്കെ കാലങ്ങളെടുത്ത് മാറുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സൊസൈറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വസ്ത്രം കുറച്ചുകൂടെ സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു. അതേപോലെ തന്നെ പുരുഷന്മാരും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാർ കയറി എന്തെങ്കിലും കുറച്ച് സ്മാർട്ട് ആണെങ്കിൽ കുറച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സ്ത്രീകളാണെങ്കിൽ എന്തൊക്കെയാണ് സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് പുരുഷന്മാർ കയറി പറയുന്നതോ അവളുടെ വിചാരം അവൾ നിങ്ങൾ കേമിയാണ് അതെന്ന് അതും എന്താ പിന്നെ സ്വാതന്ത്ര്യമല്ലേ? അപ്പം ആ സ്വാതന്ത്ര്യവും കട്ട് ചെയ്യണം. അതേപോലെ തന്നെ സ്ത്രീക്ക് എന്തും ഇടാം, അത് എന്റെ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് പറയുന്നതിലും ഒരു ചെറിയൊരു ടൈറ്റ്നെസ് വരുന്നത്. അപ്പൊ അത് സ്ത്രീക്ക് മാത്രമല്ല. ഭരണഘടന, ന്യായസംഹിത ഇതൊക്കെ എടുത്ത് ഇവരുടെയിലോട്ട് കൊടുത്തിട്ട് ഇവർക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഒന്ന് മാറ്റി എഴുതാനായിട്ട് പറയാൻ തോന്നുന്നുണ്ട്. അറിയാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെ എക്സെപ്ഷൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത് ഇതിനകത്ത്. ഈ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് ഈ വസ്ത്രം നിങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇന്ന സിനിമ നടി ഇന്ന വസ്ത്രം ഇട്ടിട്ട് ഉദ്ഘാടനത്തിന് പോകരുത്, ഇന്ന വസ്ത്രം ഇട്ടിട്ട് ഉദ്ഘാടനത്തിന് പോകാം. ചേച്ചി അപ്പം ഞാൻ ഇത്തിരി മെലിഞ്ഞാണ്, എനിക്ക് ഈ വസ്ത്രം ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നീ വേണമെങ്കിൽ ഇട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ശരീരമാണ് പ്രശ്നം. ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ലേ? അതിലൂടെ എങ്ങനെ ഈ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം നമുക്ക് മറ്റൊരു വ്യക്തിയുടെ റെസ്പെക്ട്, മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ്, ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏത് നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം ഒരു മനുഷ്യന് താല്പര്യമുള്ളത് ഇടുമ്പോഴും അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് റെസ്പെക്റ്റിൽ കാണണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തകളായി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തിയാകുമ്പോൾ സഹായിക്കില്ലേ? അതൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു 10 പീരീഡ് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു കൊടുത്താലോ മനസ്സിലാവുന്ന ഒരു കാര്യം. നിങ്ങൾ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കണ്ട. സിമ്പിളായിട്ടുള്ള 1-2 കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. എംപതി എന്ന് പറയുന്നൊരു വികാരം ഉണ്ടല്ലോ, എംപതി കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. മ്യൂച്വൽ റെസ്പെക്റ്റ് അതിനോടൊപ്പം തന്നെ വരും. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ലോകം തന്നെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് പോകും. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ്, കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ട്രാഫിക് പോലീസ് ഇല്ലാത്ത ജംഗ്ഷനുകളിൽ, ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത ജംഗ്ഷനുകളിൽ നമ്മൾ വളരെ മാന്യമായിട്ട് വണ്ടിയായിട്ട് പോകാറുണ്ട്. അത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ വഴിയിൽ ആക്സിഡൻറ്റ് പറ്റിക്കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള രീതിയിലൊന്നും അല്ല പലപ്പോഴും ആ ഒരു രക്ഷപ്പെടുത്തൽ വലിയ അപകടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ രക്ഷപ്പെടുത്താൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എംപതി എന്ന് പറയുന്നൊരു വികാരം ഉള്ളതുകൊണ്ടാണ്. ആ ഒരു എംപതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിച്ചിട്ട് വന്നാലും, വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കൂടെ, ഇപ്പം മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീകളൊക്കെ വഴിയിൽ കൂടെ നഗ്നരായിട്ടൊക്കെ നടക്കാറുണ്ട്. ഇതൊന്നും കാണുന്ന സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല. നമുക്ക് എംപതി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആക്രമിക്കാനായിട്ടോ വൃത്തികെട്ട കമൻറ്റ് പറയാനായിട്ടോ തോന്നില്ല. എംപതി ഇല്ലാത്തത് കൊണ്ടാണ് ഒരാൾ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആ ഒരു വസ്ത്രത്തിനകത്തൂടെ ഇന്ന ശരീരഭാഗം കാണാം എന്നുള്ളത് കൊണ്ട് അവരെക്കുറിച്ച് വൃത്തികേട് പറയാനായിട്ട് തോന്നുന്നത്, അവരെ മോശമായിട്ട് സമീപിക്കാനായിട്ട് തോന്നുന്നത്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു സ്ത്രീയെ കാണുമ്പോഴുള്ള പുരുഷന്റെ ഉള്ളിൽ വരുന്ന ഡിസയേഴ്സ്, സെക്ഷൽ ഡിസയേഴ്സ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലേസസ്, അത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ കാരണങ്ങൾ അതിന് വ്യത്യസ്തമാവും. ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും അനുസരിച്ച് വ്യത്യസ്തമാവും. ഇവിടെ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ എന്താ പറയാ, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവ് ആയ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ, കുറച്ചുകൂടി ഈസിയർ നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്. ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല. ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വേഷമിട്ടു, എന്നിട്ട് അവർ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ എന്നെ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. അത് പറയുമ്പോഴേ, അത് ഞാൻ പറയുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുള്ളൂ, ഞാനിങ്ങനെ ഭയങ്കര. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് അതാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്നത് നെഗറ്റീവായിട്ടൊന്നും അല്ല നമുക്ക് തോന്നുക, വിഡ്ഢിത്തരങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. പ്രൊവോക്കേറ്റീവ് എന്ന് പറയുന്ന ഒരു വാക്ക് വസ്ത്രധാരണത്തിൻ്റെയൊക്കെ പേരിൽ വല്ലാതെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രൊവോക്കേഷൻ ഉണ്ടാവുന്ന വസ്ത്രധാരണം? പ്രൊവോക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ വസ്ത്രം ധരിച്ച ആൾക്കെതിരെ ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ
അത് ആക്രമിച്ച ആളുടെ ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ്. വഴിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാറ്, പുതിയ കാറ് തിളങ്ങി കിടക്കുകയാണ്. കാറുകളോട് വല്ലാത്ത അഭിനിവേശമുള്ള എനിക്ക് അതെടുത്തോട്ട് പോകാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ? അവൻ അവിടെ തിളക്കി കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട്, അവൻ വഴിയിൽ കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട്, അവൻ കഴുകി വെടിപ്പാക്കി ഇട്ടു എന്ന് പറഞ്ഞിട്ട്, അവൻ മൂടി ഇടാതിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കത് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ? ഞാൻ എടുത്തിട്ട് പോവോ? ഇല്ല. അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് വേറെ ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നുള്ള ബോധമുണ്ട്. എന്നാൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് നല്ല തിളങ്ങുന്ന വസ്ത്രമൊക്കെ ഇട്ടിട്ട് മോഡേൺ, റിവീലിംഗ്, പ്രൊവോക്കിംഗ് എന്നൊക്കെ പുള്ളിക്കാരി വിളിച്ച ടൈപ്പിലുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് കടന്നു കയറാനായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? വേറെ ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമുക്ക് എടുക്കാൻ പേടിയാണ്. എത്ര ആഗ്രഹം തോന്നിയാലും നമ്മൾ എത്ര പ്രൊവോക്ക് ചെയ്താലും. പക്ഷേ വേറൊരാളുടെ സ്വന്തം പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറാനായിട്ട്, അതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, മടിയില്ല എന്നുണ്ടെങ്കിൽ, അത് നല്ല പെടയുടെ കുറവ് എന്ന് പറയാൻ പറ്റും. പക്ഷെ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ പറയാനായിട്ട് പറ്റില്ലല്ലോ. ബോസയ്ക്ക് കിട്ടിയതുപോലെയുള്ള പണികളുടെ കുറവാണത്. ഭാരതത്തിലാണെങ്കിലും US-ലാണെങ്കിലും UK-ലാണെങ്കിലും എവിടെയാണെങ്കിലും കാണുമ്പോൾ ഒരു പുരുഷന്റെ മനസ്സിൽ വരുന്നത്, ഇന്ന് സ്ത്രീകളുടെ മനസ്സിലും അങ്ങനെ ഉണ്ടല്ലോ, എത്രയോ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാണുമ്പോഴും ഡിസൈർസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ പുരുഷന്മാർക്ക് അത് തോന്നുമ്പോൾ എങ്ങനെ അത് തെറ്റായി വരിക? അപ്പൊ അങ്ങനെ ഒരു ഓൾറെഡി ഉള്ള ഒരു നിലയിൽ നമ്മൾ പ്രൊവോക്കേറ്റീവായ ഡ്രസ്സും കൂടി ഇടുമ്പോൾ നാച്ചുറലായിട്ട് അവരുടെ ഉള്ളിൽ ചിന്തകൾ കൂടെ ഉള്ളൂ. ചിലർക്ക് ആ ചിന്തകൾ കൺട്രോൾ ചെയ്യും, ചിലർ അതിനെ വളരെ അഗ്രസീവ് ഇറ്റ് കം ഔട്ട് ഇൻ ബാക്ക് വിച്ച് ഇസ് ക്രിമിനൽ. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർ പണിഷ് ചെയ്യാൻ തന്നെ വേണം. ആർക്കാണെങ്കിലും ദേ ഷുഡ് ലേൺ ടു കൺട്രോൾ ദർ ഇമോഷൻസ്. പക്ഷേ ഇതൊരു കാരണമാണോ അത്തരം കാര്യങ്ങൾക്കെന്ന് ചോദിച്ചാൽ കാരണമല്ല എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടി. ഫെമിനിസം, വനിതാ കമ്മീഷൻ, ഈ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര കോമഡി തോന്നും. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിയമമൊക്കെ പറയുന്നത്. ഭാരതീയ ന്യായ സംഹിത പറയുന്നത് ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടിയാണ്. എടോ, ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്തെ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വസ്ത്രം ധരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ടും എല്ലാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ട്രാഫിക് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റേ റോഡിലെ ചില റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. വസ്ത്രം ധരിക്കണം, ധരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞതും ഒബ്സിനിറ്റിയുടെയും മൊറാലിറ്റിയുടെയൊക്കെ ബേസിലാണ്. അതും നമ്മുടെ നിയമപുസ്തകത്തിലുള്ളതാണ്. ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ല. ചുമ്മാ ഒരുമാതിരി ഓരോരോ വിഡ്ഢിത്തരങ്ങളും പറഞ്ഞിട്ട് വരും. ഇനിയിപ്പോൾ മറ്റേ സംഗതി എന്താണ്? പുരുഷന് സ്ത്രീയെ കാണുന്ന സമയത്ത് തോന്നുന്ന വികാരങ്ങൾ ഒന്നാണ് ആയിരിക്കാം. എൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള, എൻ്റെ ഫാൻറ്റസികൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സ്ത്രീ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും, ആസ്വദിക്കും. അതൊക്കെ അവരെ ബാധിക്കാതെ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ ഞാൻ അകത്തുപോകും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് സൗന്ദര്യം ആസ്വദിക്കാം. പക്ഷെ അവരുടെ റൈറ്റ്സിലേക്ക് കയറിയിട്ടുള്ള ആസ്വാദനമോ കമൻ്റ് അടിയോ ഒക്കെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ ടി വിയിൽ ചിലപ്പോൾ പഴയ മസാല സിനിമകൾ കണ്ടിട്ടുള്ള വ്യക്തികളായിരിക്കും. പ്രൊവോക്കായി ടി വി പൊളിച്ച് അതോട്ട് കയറാറുണ്ടോ നിങ്ങൾ? ഇല്ല. അപ്പോൾ എന്തൊക്കെ പ്രൊവോക്കേഷൻ ഉണ്ടായാലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തു പോവും, വലിയ കേസാവും. പുരുഷാവകാശ കമ്മീഷനൊക്കെ വന്നു കഴിഞ്ഞാലും ക്രൈം ഒന്നും നമുക്ക് ന്യായീകരിക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ വെസയിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിനും സ്ത്രീകളെ കണ്ട സമയത്ത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനൊക്കെയാണല്ലോ പുരുഷാവകാശ കമ്മീഷൻ. ഇതുപോലുള്ള വയ്യാത്തവന്മാരെയൊക്കെ വല്ല മാടൽ വെട്ടി അടിച്ച് ഓടിക്കണം. എന്നൊക്കെ ചിന്താഗതിയാണ്. അപ്പോൾ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കുക. നിയമവിരുദ്ധമായിട്ട് മറ്റൊരാളുടെ റൈറ്റിലേക്കൊക്കെ കടന്നു കയറി കഴിഞ്ഞാൽ, ചിത്രത്തെയൊക്കെ കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ, ശരീരത്തെയൊക്കെ കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും. അകത്ത് കിടന്ന് ഓടേണ്ടി വരും, ജാമ്യം എടുക്കാൻ വേണ്ടി ഓടേണ്ടി വരും. അതേപോലെ തന്നെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്താത്ത രീതിയിൽ, ന്യൂഡാവാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ മതി. അത് എന്നെ വേണമെങ്കിലും ആളുകൾക്ക് ധരിക്കാം. സന്ദർഭത്തിന് യോജിച്ച് വസ്ത്രം ധരിക്കുക എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കോമൺ സെൻസും നിങ്ങളുടെ പേഴ്സണാലിറ്റിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു സംഗതിയാണ്. പിന്നെ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒരു ടോപ്പിക്കാണ്. അതിപ്പോൾ നമുക്ക് ചെയ്യരുതെന്നോ ചെയ്യാമെന്നോ ഒന്നും പറയാൻ പറ്റുന്ന സംഗതിയല്ല. പക്ഷെ അതും ലൈസൻസ് ഒന്നുമല്ല. അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ശരീരത്തിലേക്ക് കടന്നു കയറാനായിട്ടുള്ള റൈറ്റൊന്നുമില്ല. അവിടെ നിയമം നിങ്ങളെ പിടിച്ച് അകത്തിടും. വേറൊന്നും പറയാനില്ല. നന്ദി.